അതടിച്ച് അടിച്ച് 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 അടിച്ചു മോനെ. അതാ വലിച്ചു കയറ്റണ് ഗൈസ്. എന്താണ് പായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. രസാണ്. നമ്മളെ വരാനല്ലടാ പോള്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കമൽ ചാളാരി. അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ ചെക്കന്മാരെല്ലാവരും കൂടി ഇന്ന് വരാല് വേട്ടയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളുടെ കൂട്ടത്തിലോട്ട് പുതിയ ഒരാളും കൂടി നമ്മുടെ ലാർക്ക് ഫിഷിങ്ങിൻ്റെ ഫ്രോഗുകൾ ഇറങ്ങി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനെ വെച്ചുകാണ്ട് നമ്മുടെ പാടത്ത് ചെറിയ ചാലുകളിലൂടെ അങ്ങനെ അറഞ്ചം പൊറഞ്ചം വരാല് പിടിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതാണ് അതിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ടായിട്ട് തോന്നിയൊരു മോഡൽ. ഇതിൽ കിവി കിമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3-4 ഐറ്റം വരുന്നുണ്ട് ഇതേ ഒരു പാറ്റേണിൽ. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട്. വെറും 270, 320 ആ റേഞ്ചേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളിൽ നമുക്ക് മാർക്കറ്റിലുള്ള ഇന്തോനേഷ്യൻ ഹാൻഡ് മെയ്ഡിൽ ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഫ്രോഗാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ബനെ വെച്ചിട്ട് നമ്മൾ എന്താക്കാൻ പോവുകയാണ്, മീൻ പിടിച്ചാൻ പോവുകയാണ്. ആരെങ്കിലുമൊക്കെ കിട്ടാൻ നോക്കാം. നമുക്ക് ഈ പുല്ല് നിറഞ്ഞ പാടങ്ങൾ കണ്ടമാനുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പതിയെ പതിയെ വലിക്കണം. എന്നാലും ചെറിയ ചാലാണെന്നുണ്ടെങ്കിലും വരാല് നല്ല വലിപ്പമുള്ളതാണ്. ഏതായാലും നോക്കാം നമുക്ക്. ഏതാടാ ഇനി അടിക്കും വേദന ഇല്ല. വീടുണ്ടോ? ഇവിടെയൊക്കെയാണോ? ചെറിയ സാധനം എന്നാലും കുഴപ്പമില്ല. തപ്പക്കാട്ട് ഇതൊക്കെ നാടനാ വരണ്ടോ? അപ്പോൾ നമ്മുടെ ഫ്രോഗിൽ രക്ഷയില്ല സാധനം. കൈതോല ചെടികളാണ്, കൈതോല പായ വിരിച്ച് എന്ന് പറഞ്ഞാണ്ടുള്ള അതിത്തെ. ഇതുകൊണ്ടാണ് നമ്മുടെ ഓലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓലല്ല, എന്താണ് പായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ മുകളിലൊക്കെ അവിടെ നമ്മുടെ ഈ കുളക്കോയിൻ്റെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ കൂടുകളൊക്കെ കാണുന്നുണ്ട്. ഇതാണ്ട കൂട് ഇതിൻ്റെ ഉള്ളിൽ മുകളിൽ ഇത് കുളക്കോയിൻ്റെ കൂടാണ്. കുളക്കോയിൻ്റെ ആണോ എന്ത് പക്ഷിൻ്റെ ആണോ അറിയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ കൂടുകളും ഇതൊക്കെ കാണുന്നുണ്ട്. ചെറിയ ചാലാണ്, ചെറിയ ഒഴുക്ക് കുറഞ്ഞ ഏരിയ എന്നാകുമ്പോൾ നമുക്ക് കൂടുതൽ മീൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എപ്പോഴും നല്ലൊരു ഫോളോ തന്നെയല്ലടാ. ഇപ്പോൾ അടുത്തേലും മിക്കവാറും അടി ഇട്ടു കിട്ടുമോ. ഒരു സ്ട്രൈക്ക് തന്നാലും മിക്കവാറും അവന് ഭയങ്കര ഇതാക്കിയാണ്ട് നിൽക്കാവും. അതടിച്ച് അടിച്ച് 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 അടിച്ചു മോനെ. പറഞ്ഞടിപ്പിച്ചതാന്ന് പറഞ്ഞ്. നല്ല ഉക്കപ്പ ഇതന്നെ നോക്കൂടാ. നമ്മുടെ കട്ടിമ്പിളേറ് നല്ല ഉക്കപ്പ് ഉണ്ടല്ലേ. കുറച്ച് പൊന്തിക്കതുകൊണ്ട് പെട്ടെന്ന് ഉക്കാവുണ്ട് മീനൊക്കെ. ഫ്രോഗ് കയറിയിട്ടൊന്നുമില്ലല്ലോ. 5-6 നമ്മൾ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, സാധനം രക്ഷയില്ല. കുഞ്ഞൻ പട്ടച്ചാന. ആമ്പുണ്ട് പോയടാ നോക്കിയടാ. നമ്മളെ വരാലല്ലടാ പോള്. നമ്മളെ വരാൽ ഇത് അവിടെ എത്തിയാണ് കേട്ടോ. ഞാൻ നൈസായിട്ട് ഞാൻ എടുത്താട്ടെ. മറ്റേ സാധനം എടുത്തോണ്ടിട്ടാ എന്താടാ ഇത് കളിച്ചില്ല. അത് ഇനിയിപ്പോൾ ചളിക്ക് ഇറങ്ങുന്നിടത്തൊക്കെ പോണേ കളി. ഇത്ര കളി കളിച്ചപ്പോൾ അതിനെ ഒന്നും കൂടി ചുറ്റിക്കളി കിട്ടിയത്. പുല്ലുക്കും അല്ലാതാണ്ട് സെറ്റല്ല. ഇല്ലല്ല എടാ കണ്ണാ ഇങ്ങ പറ ഫുള്ളാ സാധനത്ത് മേലെ തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാട്ടോ വൈറ്റിന്. ഇതിനെവിടെ ഇവിടെ ഇടല്ലേ?
വലുതെട്ടി എൻ്റെ കോള് വീഡിയോ ഓണല്ലോ എൻ്റെ കാലിൻ്റെ അടിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഇനിയിപ്പോൾ അതൊക്കെ കേൾക്കേണ്ടി വരും ഞാൻ. ഓക്കെ പോയി ഇല്ല എടാ കണ്ണാ ഇങ്ങ പറയും ഫുള്ള് ആ സാധനത്ത് മേലെ തന്നെ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് കേട്ടോ വൈറ്റ്. അങ്ങനെ നമ്മുടെ വരാൽ വേട്ട ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആച്ചിമ അവിടെയും വേറെയും പിടിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സഞ്ചിയിലാണ് മീൻ. നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാത്തിനും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഫുള്ള് തുമ്പികളാണ് കേട്ടോ അവിടെ. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഒക്കെ ഇതാക്കി ഇനി ഇത് മറിച്ച് മറ്റേ സംഗതിയൊക്കെ ഇടാനുള്ളതാണ് കേട്ടോ, ഞാറ് നടാനുള്ളതാണ്. അവിടെ ഫുള്ള് ഇപ്പോൾ നമ്മുടെ ഹിന്ദിക്കാരാണ് ഈ പരിപാടിയൊക്കെ ഏറ്റെടുക്കണമെന്നില്ലേ. ഫുള്ള് ഹിന്ദിക്കാരുടെ നേതൃത്വത്തിലാണ് ഞാറിടൽ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ആരെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. ആ ഒരു പൊസിഷനിലൂടെ തന്നെ ഇഞ്ഞും വലിക്കടാ. ശരിയുണ്ട്, ഇപ്പം എടുത്ത് തരണം കേട്ടോ വലിച്ചേരാ. അവിടെ ഇപ്പോൾ അവൻ്റെ പിറകെ വീണാനെ കണ്ട് പിടിച്ചിട് കാറും ഇതിലടിക്കും. പതിയെ വലിക്കടാ ആച്ചുമ. ആച്ചുമ അവിടെ മരിച്ച് ചാടിക്കാണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. കിട്ടിയോ? പോയി അയ്യൻ്റെ ഉണ്ണിയേ. ഓനതിൽ കുളിച്ചൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ മീനെ വീട്ടുകാട് പരിപാടി ഇല്ലാതാണ്ട്. അച്ചീർ ഇവിടെ ഒരു മീനിനെ കണ്ടിനി, അതിൻ്റെ വയറ്റിൽ തന്നെ. പോയില്ലല്ലോ, കറക്റ്റ് കിട്ടി. എനിക്ക് തോന്നിയാണ് മരിയൊക്കെ അടിക്കുന്നത്. ആ ഇപ്പൊ വിട്ടടാ ആച്ചിമ, വേ വലിക്കി. ഒക്കെ നല്ല സാധനങ്ങളല്ലേ, നല്ല ഒക്കെ കൊടുത്ത്. അത് ആച്ചിമ ആച്ചിമ ആച്ചിമേ. ഏയ് വാ, നമ്മളെ ചക്കവട പിടിച്ചിട്ട് പോയി. പൊക്കിയ അടിപൊളി. എന്നൊക്കെ ആണെങ്കിൽ ഫുള്ള് നമ്മുടെ പുല്ലുകൾ ഇങ്ങനെ ഓരോന്ന് ഇതാക്കിയിട്ടാട്ടോ, അതിൻ്റെ ഇടയിൽ നിന്നാണ് അടിയിട്ടത്. നമ്മളെ ചെക്കൻ്റെ കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂണ്ട, ഓനെ ഏൽപ്പിച്ച്. ഇവിടെ നല്ലൊരു മീൻ വെട്ടിപ്പോയിണ് കേട്ടോ. പോലെ രണ്ടാൾ തീപ്പൊരി ആറാണ്. ഒരു വിധമൊക്കെ നമുക്ക് വെട്ടിയെടുത്തുനിന്ന് അടി കിട്ടാറുണ്ട് എന്നുണ്ടെങ്കിലും ഓനെ അടിക്കുമോ നോക്കാം. രണ്ടാളും തീപ്പൊരി കയറലാട്ടോ. ആജുവൻ അങ്ങോട്ട് കേൾക്കോ, പോയോ? നമ്മൾ അടുത്ത സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ പോവാണ്. ആ ആസിമതാ വലിച്ചു കയറ്റണ് ഗൈസ്. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുച്ചാഞ്ഞി വെച്ചുതരാ. ഇപ്പൊ ചങ്ങന്മാരെ നമ്മുടെ ആച്ചിമ അവിടെ തീപ്പൊരി എയറിൽ തന്നെയാണ് കേട്ടോ. അവിടെ അതാ അവിടെ ഇങ്ങനെ എറിയുണ്ട് നമ്മുടെ ഒരു കുളത്തിൽ. ഞാനും എല്ലാം പോയിട്ട് വേറെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളെ മൊത്തത്തിലൊന്ന് ഇതിന് ഞാൻ എടുക്കാനൊന്നും നിൽക്കണില്ല കേട്ടോ. നമ്മളെ മാലിലുണ്ട്, ഒരു 5-6 ഉണ്ട് ഇതിൽ.
ഉണ്ട്. പിന്നെ വരാലുകളൊക്കെ കിട്ടിയതൊക്കെ തന്നെ അത്യാവശ്യം സൈസുള്ള വരാലാട്ടോ. അതുപോലെ തന്നെ ഇതിലും എന്താ ഇതിലും ഉണ്ടാവും ഒരു 5-8 വരാലുകളും ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ തല ഉണ്ടൊക്കെയാണെങ്കിൽ മനസ്സിലാവും. എന്താ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. നമ്മൾ പിന്നെ ഇനിയിപ്പോൾ കവറൊക്കെ പൊട്ടിച്ച് ഇടങ്ങാറാവുന്നില്ല. നല്ല ഉറുമ്പും കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലാർക്കുമലും മൊത്തത്തിൽ ലാർക്ക് എന്നല്ല ഏത് ബ്രാൻഡാണെങ്കിലും ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകൾക്ക് നമുക്ക് പൊതുവേ വരാലിൻ്റെ റിസൾട്ട് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞാൽ ചെറിയ വില ഉള്ളൂ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളിൽ. അപ്പോൾ വണ്ടി ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലോട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ടാറ്റ. നമ്മുടെ പ്രകൃതി സുന്ദരമായിട്ട് നെൽപ്പാടത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ അറിഞ്ഞ് കിടക്കുക പറഞ്ഞാൽ തന്നെ രസമായിരുന്നില്ലേ.